ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയാണോ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ മാനസികാവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനുള്ളൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ലവ് ആയിരിക്കാം, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അതിന് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താണ് ഏഞ്ചൽ മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആങ്സിസ്റ്റേഴ്സിന് എന്താണ് പറയാനുള്ള, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം ആൾക്കാർക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഉപരി തന്നെ നിങ്ങൾക്ക് ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ചധികം ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന കുറച്ചധികം ഹാപ്പിനെസ് ഉണ്ടാവും. അതായത് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ്സും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യണം, എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം നിങ്ങൾ കുറേ അധികം ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എനർജി പരമായിട്ടുള്ള വേരിയേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സും ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിലും കടന്നു പോകുന്ന ഒരു ടൈം ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഈ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം എത്ര തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ, എത്ര തന്നെ നിങ്ങൾക്ക് മാനസികപരമായി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും അതിനെ കാമാക്കി നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്നുണ്ട്. നിങ്ങളെ മൈൻഡിനെ പിടിച്ച് നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാമാക്കി നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതലധികം ആൾക്കാരും മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീസ്ഫുൾ ആയിട്ട് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് ഈ ഒരു സമയം കാണും എന്നെനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് നിങ്ങൾ എന്തിൻ്റെങ്കിലും പിറകിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നേടണം, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഒട്ടും ഈ ഒരു സമയത്ത് ക്ഷമ കാണത്തില്ല. പൈസയുടെ പിറകെ ഓടുന്നതായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾക്ക് മെസ്സേജ് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കാം. ക്ഷമ എന്ന് പറയുന്ന സാധനം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കുറവുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു സമയം നിങ്ങൾ മെയിൻലി മനസ്സിൽ നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് പലതിലും നിങ്ങൾക്ക് ഇമോഷണൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളെ സഫർ ചെയ്യിപ്പിക്കും. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും എനർജി പരമായിട്ടുള്ള, ഫുഡ് പരമായിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മേ ബി ഹോസ്പിറ്റലൈസ്ഡ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യം ഭയങ്കരമായിട്ടും ലോ ആവുക, അല്ലെന്നുണ്ടെങ്കിൽ എനർജി പരമായിട്ട് മൈൻഡ് സെറ്റ് കുറഞ്ഞു വരിക, ആരെങ്കിലും കൂട്ട് വേണം എന്ന് തോന്നുക, ആരെങ്കിലും സംസാരിക്കണം, ആരെങ്കിലും കൂട്ടിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഭയങ്കരമായിട്ട് ഒരൊറ്റപ്പെട്ട അവസ്ഥ, അങ്ങനെ സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, സ്വയമേ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. പിന്നെ എന്ത് കാര്യമാണെങ്കിൽ പോലും, കാർമിക് സിറ്റുവേഷൻ ആണെങ്കിലും, ടിൻ ഫ്ലെയിം ജേണി, അങ്ങനത്തുള്ള എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് സ്വന്തമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ ക്ഷമപരമായിട്ട് നിന്ന് നിങ്ങൾക്കതിനെ നേരിടാൻ പറ്റണം. ഓക്കെ, എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ. മേ ബി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, അതായാൽ പോലും നിങ്ങൾക്ക് അതിന് ക്ഷമ കൊടുത്ത് വിടുക എന്നുള്ളത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ ഒരു സമയം പഠിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് പല രീതിക്കുള്ള ഇറിറ്റേഷൻസ് വരുമായിരിക്കാം. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിന്ന് അതിനെ തരണം ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്, ഇതിൻ്റെ അത് പറയുന്നത്. ഓക്കെ, അഫ്കോഴ്സ് എനർജി പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ നിങ്ങളെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതേപോലെ നിങ്ങൾക്ക് കൂടുതലധികം ആൾക്കാർക്കും നിങ്ങൾ ഫോൺ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറയ്ക്കണം എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള മെൻ്റലി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നേരം ഉറങ്ങാണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഫോൺ നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ ഉറങ്ങാണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി പരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കുറേയധികം സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക്
ഉള്ള പ്രശ്നങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ മാനസികമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റീസ് നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ആൾക്കാരാണെന്ന് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, അതിന് കുളിക്കുക. മേ ബി ഭയങ്കരമായിട്ട് 2 നേരം കുളിച്ചു കഴിഞ്ഞാൽ ഉപകാരമാവും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റും. അപ്പം നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റണം. മടി എന്നുള്ളൊരു സംഭവം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിരിക്കും. ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ഇൻഫർമേഷൻസ് വരുന്ന സിറ്റുവേഷനിലോട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം, അല്ലെങ്കിൽ നിങ്ങൾ തേടി നടക്കുന്ന കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ തേടി നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഭയങ്കരമായിട്ടും സ്പ്രെഡായിട്ട് വരുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുറേയധികം കാര്യത്തിലോട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആവും. ജോലിപരമായിട്ടുള്ള കാര്യത്തിലോട്ട് നിങ്ങൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലൈഫ് പരമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കില്ല. അപ്പം നിങ്ങൾ കൂടുതൽ നിങ്ങളിലോട്ട് കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂടുതലായിട്ടാണ് ഈ ഒരു ടൈമിൽ കാണുന്നത്. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്താണോ ഏറ്റവും കൂടുതൽ ആഗ്രഹം അതിലോട്ടൊക്കെ നിങ്ങളുടെ സോൾ ഈ ഒരു സമയത്ത് പറഞ്ഞുതരും. നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരും. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്ത ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ലൈഫ് എക്സ്പീരിയൻസിലോട്ടുള്ള കുറേയധികം പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഇറങ്ങാൻ തുടങ്ങും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പുസ്തകം വായിക്കാൻ തുടങ്ങുമോ, എഴുതാൻ തുടങ്ങുമോ, പഠിക്കാൻ തുടങ്ങുമോ, വേറെ എന്തെങ്കിലും പുതിയ കാര്യത്തിലോട്ട് തിരിയുന്നതായിരിക്കാം. പുതിയ പുതിയ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കാം. പുതിയ യാത്രകൾ പോകാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നതായിരിക്കാം. പുതിയ പുതിയ അതായത് ഇതുവരെ കാണാത്ത സ്വപ്നങ്ങൾ, ഇതുവരെ അച്ചീവ് ചെയ്യാത്ത, ഇതുവരെ നിങ്ങൾ റിയലൈസ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറൊരു ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ തിങ്ക് നിങ്ങൾ തന്നെ നിങ്ങളെ റിയലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കിയ വ്യക്തി എന്നതിലുപരി നിങ്ങൾക്ക് നിങ്ങളെ സോൾ പർപ്പസ്, അല്ലെങ്കിൽ നിങ്ങളെ സോൾ എന്താണെന്ന് മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ, ഇപ്പം നിങ്ങൾ എത്ര ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരാണ്, നമ്മുടെ സോൾ എന്താണ് എന്നൊക്കെ ചിന്തിച്ചെടുക്കാനും അങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ നമ്മുടെ ഉള്ളിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. പക്ഷെ അതിൻ്റെ ഒരു എവല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താഗതി പല രീതിക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ഇറങ്ങി തിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അച്ചീവ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ എന്ത് ഡിസിഷനാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റായിക ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡിസിഷനാണ് നിങ്ങൾക്ക് ഒട്ടും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിലോട്ടൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങും എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അത് പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പർപ്പസ്ഫുള്ളി ഉള്ളൊരു ഡിസിഷൻ ആയിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആരും ഈ ഒരു സമയത്ത് വകവയ്ക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമയമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാരണം റിയലൈസേഷൻ ആയിരിക്കാം മേ ബി അതൊരു. ഓക്കെ, ഇതിന് പുറമെ നിങ്ങൾക്ക് വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തേടി തുടങ്ങുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തേടി പോകുന്നതായിട്ട്, എന്തൊക്കെയോ കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിട്ട്, നിങ്ങൾ എന്തിൻ്റെയൊക്കെ പവർ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം, പൈസയുടെ വാല്യൂ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. എന്തിനൊക്കെയോ എന്തിൻ്റെയൊക്കെ ഒരു രഹസ്യം, എന്തിൻ്റെയൊക്കെ ഒരു പർപ്പസ്ഫുള്ളി നിങ്ങൾക്കത് നിങ്ങളുടെ ഹൈ സോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വാല്യൂ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ലൂപ്പിൽ നിന്നും പുതിയൊരു ലൂപ്പിലോട്ട് കയറുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള സോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങൾ അതിലോട്ട് നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഇവിടെ കോൺഷ്യസ്ലി കാണിക്കുന്നുണ്ട്.
ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ചുമ്പഴത്തേക്കും നിങ്ങൾ നിങ്ങളിലോട്ട് കൂടുതലും കോൺസെൻട്രേഷൻ ആവുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ സോൾ നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരാൻ തുടങ്ങും. ഇമോഷണലി സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഡൗൺ ആവാൻ തുടങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡൗൺ ആവുന്ന സമയത്തായിരിക്കാം നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടിരിക്കുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവുന്ന സമയം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ നെഗറ്റീവിൽ ഏറ്റവും വലിയ ലോവസ്റ്റ് ടൈമിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് റിയലൈസേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾ ഹൈ പർപ്പസിൽ നിൽക്കുന്ന ഹൈ എനർജിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നതെല്ലാം മിഥ്യാരൂപങ്ങളായിരിക്കാം. അതായത് എനർജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ഒരു ഡൗൺ സിറ്റുവേഷനിൽ നിന്ന് മാത്രമേ ഒരു സക്സസ് ഉണ്ടാവത്തുള്ളൂ. അത്രയും ഡൗൺ കണ്ട് അത്രയും നെഗറ്റിവിറ്റീസിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങളിലോട്ട് വരും. ഗുഡ് ഫേസസ് ബാഡ് ഫേസസ്. അപ്പം നിങ്ങൾക്കൊരു ഗുഡ് ഫേസസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ടൈമായിട്ടാണ് എനിക്കിവിടെ കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവിൽ നിങ്ങൾക്ക് ഭയങ്കരമായി നിങ്ങൾക്ക് അത്രയും കൂർമ്മമായിട്ടുള്ളൊരു ഇൻറ്റ്യൂട്ടീവ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പവറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പവർ ഉണ്ടല്ലോ, അത് ആൾക്കാരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ള പവർ ഈ ഒരു സമയത്ത് പവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഇമോഷനിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കും. നിങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രോങ് ആവാൻ പറ്റും. കുറച്ചും കൂടെയൊക്കെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം എനിക്കിവിടെ കാണാൻ പറ്റുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു കുറവുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നശിച്ചു പോകുന്നൊരു സിറ്റുവേഷനിലോട്ട് പോവാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം നിങ്ങൾക്കൊരു കുറവുണ്ട്, എന്നെക്കൊണ്ടത് പറ്റില്ല, എന്നെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നെഗറ്റീവിലോട്ടാണ് പോയിട്ട് എൻ്റെ മൈൻഡ് അങ്ങനെയാണ് എന്ന് ഫിക്സ്ഡ് ആക്കി വെക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അത് ഫിക്സ്ഡ് ആക്കും. രണ്ട് നിങ്ങളുടെ ബ്രെയിൻ, മൂന്ന് നിങ്ങളുടെ സോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ട് കൺഫേം അതിനെതിരെ ഉടനടി അവർ തീരുമാനം എടുത്തിരിക്കും. കാരണം ഞാൻ ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ഇത്രയും സിറ്റുവേഷനിൽ പോയ സമയത്ത് അവൻ അതിനൊരു തീരുമാനം എടുത്തില്ല, അല്ലെങ്കിൽ അവൾ അതിനൊരു തീരുമാനം എടുത്തില്ല, അവൻ ഇപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നെഗറ്റീവാണ്, എനിക്ക് കുറവുകളുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിന്റെ വാല്യൂ ആണ് മനസ്സിലാക്കാനുള്ളത്. എല്ലാവർക്കും ഒരേ കണക്ക് കൈയും കാലും കണ്ണും മൂക്കും എല്ലാം തന്നാണ് വിട്ടേക്കുന്നത്. ചില കുറവുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും, പക്ഷെ അതിനനുസരിച്ച് അവർ കൂടുതലും കൊടുക്കാറുണ്ട്. ചിലപ്പം കഴിവിലായിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, കൂടുതലും കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ കുറവ് എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഒരു കുറവിനേക്കാളും അനദർ വേ നിങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള കൂടുതലായിട്ടുള്ള സാധനം നിങ്ങളുടെ ലൈഫിലോട്ട് തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുക. കോൺഫിഡൻസ് എന്നൊരു പറഞ്ഞൊരു സാധനം എനിക്ക് ഈ ഒരു കാർഡിൽ ഭയങ്കര ഒട്ടും കാണാൻ പറ്റുന്നില്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം അല്ല, ലോ വേസ്റ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് അഭിനയിക്കുന്നൊരു എനിക്ക് സംഭവം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആസ് എ സോൾ എന്ന് പറയുന്ന സമയത്ത് കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു ഏഞ്ചൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻ സപ്പോർട്ടുള്ള ബ്ലെസ്സിങ്സ് ഉള്ളൊരു വ്യക്തിയായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നൊരു ആൾക്ക് സ്വയമേ ഉള്ള കഴിവ് എന്താണെന്ന് റിയലൈസ് ആവും. പക്ഷേ എങ്ങനെ യൂസ് ചെയ്യണം, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡി ആവും എന്നൊന്നും അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇതിനുള്ള പവറും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ജസ്റ്റ് റിയലൈസേഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. അല്ലാണ്ട് ജസ്റ്റ് എനിക്ക് കുറവുകൾ മാത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ജസ്റ്റ് റിയലൈസേഷൻ ചെയ്യുക, എന്താണെന്ന് മനസ്സിലാക്കുക. വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ അങ്ങനെ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, നിങ്ങൾക്കത് റിയലൈസേഷൻ ആവും. ഓക്കെ, ആ ഒരു പവർ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പവർ എന്ന് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് അതിലോട്ട് കയറാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്കത് റിയലൈസേഷൻ ആവും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്കത് അറിയാൻ പറ്റും, കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ ബൈ. അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൻ്റെ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.